പശ്ചിമേഷ്യയിലെ യുദ്ധസംഘർഷത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഊർജ പ്രതിസന്ധി ഇത് ഏത് തരത്തിൽ പരിഹരിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിയും? ഏതെങ്കിലും തരത്തിലുള്ള ബദൽ സംവിധാനത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നുണ്ടോ? യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ പോലും നമുക്കറിയാം, ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധി രൂക്ഷമാകുകയുള്ളൂ. സാർ, നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഈ പ്രകൃതി സമ്പത്ത്, അതായത് ഇത്തരത്തിലുള്ള ഊർജ സംബന്ധമായ പ്രകൃതി സമ്പത്ത് വളരെ കുറച്ചുള്ളൊരു രാജ്യമാണ്. നമുക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 88%, 90% തന്നെ പറയാം, അത് നമുക്ക് ഇറക്കുമതി ചെയ്യാണ്ട് നിർവാഹമില്ല. പക്ഷെ നമുക്ക് പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ സംഗതികളുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പൊതുവേ കരുതും ഇന്ത്യ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നോട്ട് പോയിട്ടുമുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെയും എണ്ണ സംസ്കരണ മേഖലയിൽ നമ്മുടെ രാജ്യം ലോകത്തെ 4ാമത്തെ ശക്തിയാണ്. അപ്പോൾ ഈ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് പോലും അവരുടെ ഉൽപ്പന്നം ക്രൂഡ് ഓയിൽ സംസ്കരിച്ചെടുക്കാനായിട്ട് ഒരു വേദി ഉള്ളത് ഇന്ത്യയിലാണ്. രസകരമായ മറ്റൊരു സംഗതി കൂടി ഈ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു വെക്കാം. നമ്മുടെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് പോലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച ശേഷമുള്ള പെട്രോളും ഡീസലും ഒക്കെ അമേരിക്ക ഒരു ഉളുപ്പില്ലാണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഇന്ത്യയെ അത്രയ്ക്കങ്ങ് എഴുതി തള്ളാൻ ആർക്കും സാധിക്കില്ല. കാര്യം ഇന്ത്യയിൽ ഈ സംസ്കരണം നടന്നാലേ, ഇപ്പോൾ നമ്മൾ പറയും അദാനിയുടെ അംബാനിയുടെ ഒക്കെ കീഴിലാണ് ഇത് നടക്കുന്നെങ്കിൽ പോലും ഇന്ത്യക്ക് സ്വന്തമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറി റിലയൻസിൻ്റെ കീഴിൽ തന്നെയാണുള്ളത്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പിടിവള്ളിയാണ്. എന്തുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാൻ ഇന്ത്യയുടെ മാത്രം കപ്പൽ കടത്തിവിടാനായിട്ടുള്ള അനുമതി കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും ഇത് തന്നെയാണ്. കാര്യം ഇറാനിൽ നിന്നുള്ള എണ്ണ സമ്പത്തുകൾ അത് കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതുവഴി വന്നാൽ തന്നെയും അതിനുള്ള ഒരു ഇടമായിട്ട് ഇന്ത്യയെ അവർ പരിഗണിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇറാന്റെ ആഗോള സാമ്പത്തിക ഉപരോധമൊക്കെ പിൻവലിക്കപ്പെട്ടാൽ ഇന്ത്യ അവരുടെ നല്ലൊരു ഉപഭോക്താവായി മാറും. ഇപ്പം ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ യുദ്ധം അവസാനിക്കുന്നവരെ നോക്കിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ച് 4 ആഴ്ചത്തെ കരുതൽ ശേഖരം മാത്രമാണുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ആഴ്ചത്തെ കരുതൽ സ്റ്റോക്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി നമ്മളിപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 40% വന്നുകൊണ്ടിരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി മറ്റ് സാധ്യതകളിലൂടെ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പോൾ ഈ ഹോർമൂസിലോട്ട് കടക്കാതെ ഇപ്പോൾ സൗദിക്ക് റെഡ് സീയിൽ അവരുടെ ഒരു പോർട്ടുണ്ട്. അപ്പോൾ അതിൽ പൈപ്പ് ലൈൻ വഴിയാണ് അവിടെ അവർ ഇന്ധനം എത്തിക്കുന്നത്. അവരുടെ പൈപ്പ് ലൈൻ വഴി 50 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വരെ ഒറ്റ ദിവസം കൈകാര്യം ചെയ്യാം. ഏതാണ്ട് 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് ഈ റെഡ് സീയിലെ പോർട്ടിൽ സൗദി ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട ഇന്ധനം കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അതേപോലെ ഗൾഫ് ഓഫ് ഒമാൻ, നമുക്കറിയാമല്ലോ, ഈ ഇറാനും ഒമാനും അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ നടുക്കാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ഒമാനിൽ UAEക്കും സമാനമായി ഒരു പൈപ്പ് ലൈൻ സംവിധാനമുണ്ട്. ഏതാണ്ട് 15 ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ അവിടെ എത്തിച്ചു തരാൻ ഇവർക്ക് പറ്റും. അപ്പോൾ ഈ 2 സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്രൂഡ് ഓയിൽ എത്തിക്കാനായിട്ടാണ് ഇന്ത്യ നോക്കുന്നത്. അത് കൂടാതെ നമുക്ക് നേരത്തെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിന് അമേരിക്ക വിലക്കുണ്ടായിരുന്നു. അത് 1 മാസത്തേക്കുള്ള ഇളവ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ എത്തിക്കുക, അത് ചെന്നൈ വഴിയായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ സജീവമാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ത്യ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഈ സംഭരണം, അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി എന്നുള്ളതാണ് വിവരം. അപ്പം അതിൽ അമേരിക്കയുണ്ട്, ബ്രസീലുണ്ട്, കൊളംബിയ, ഗയാന, നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്, നിസ്സംശയം പറയാം. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് പാചകവാതകത്തിൻ്റെ പ്രശ്നത്തിലാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പിലാണ് ഇന്ത്യ ആത്മവിശ്വാസം കാണിക്കുന്നത്. കാര്യം അവിടെ എന്തൊരു പ്രശ്നമുണ്ടായാലും ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണിപ്പോൾ
2 ടാങ്കറുകൾ, 2 LPG സംഭരിച്ചിട്ടുള്ള 2 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് താണ്ടി ഇന്ത്യക്ക് ലഭ്യമാകും എന്നുള്ള വിവരം വരുന്നത്. ഇപ്പോൾ ഹോർമൂസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ, പല രാജ്യങ്ങളും, പാകിസ്ഥാൻ പോലും അവരുടെ നാവികസേന അകമ്പടിയിൽ ചരക്ക് കടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ വാർത്തകൾ, ഹോർമൂസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ആശങ്കകൾ കുറച്ച് അയയുന്നു എന്ന് തന്നെ വേണം പറയാൻ. അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയുണ്ട്. അവിടെ ഒരു യുദ്ധാന്തരീക്ഷം തൽക്കാലം ഇല്ല. എന്നാൽ നമുക്ക് പൂർണ്ണമായും അവിടെ ഒരു ഭീഷണി ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പല കപ്പലുകളും അവിടെ കടന്നു പോകാതെ കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതി ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാലും നേരത്തെ ചില വാർത്തകൾ വന്നല്ലോ, അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ചരക്ക് കടത്തിയ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു സംഭവത്തിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു ആക്രമണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ പുറത്തുവിട്ടൊരു വീഡിയോ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ ഭൂഗർഭ മിസൈൽ സിറ്റി, അതിൻ്റെ ദൃശ്യങ്ങളിൽ നിരവധിയായ ഈ മൈനുകൾ, കടലിൽ പാകുന്ന കപ്പൽ, അതായത് ഹോർമൂസ് കടലിടുക്കാണ് ഇറാന്റെ തുറുപ്പ് ചീട്ട്, അവിടെ പാകാൻ ഉപയോഗിക്കുന്ന മൈനുകളുടെ, അതേപോലെ ഡ്രോണുകളെ, കപ്പലുകളിൽ തകർക്കാൻ ഉപയോഗിക്കുന്ന ജല ഡ്രോണുകളുടെ അടക്കം ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നേരിട്ടെടുത്ത് പ്രയോഗിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അവർക്ക് തന്നെ അവരുടെ ആക്രമണങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ അവരുടെ തന്നെ സഹോദര രാജ്യങ്ങൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ അവരൊരു പുനർവിചിന്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. പിന്നെ ഈ ഹോർമൂസിൽ നിരന്തരമായി പോയി കഴിഞ്ഞാൽ അത് ഇറാന്റെ തന്നെ സാമ്പത്തിക ശേഷിയെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ഇറാന് മാത്രമല്ല, തൊട്ടപ്പുറത്ത് മിഡിൽ ഈസ്റ്റിലെ പല എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെയും കയറ്റുമതിയെ വലിയ രീതിയിൽ ഗുരുതരമായി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ ഹോർമൂസിൽ. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഇന്ത്യയെ പോലെ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ മാത്രം ഒരു ബാധ്യതയായി മാറിയിട്ടില്ല. പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാകില്ല, വലിയ പ്രതിസന്ധി ഇല്ലാതെ ഈ കാര്യം പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മൾ ഒരു അത്തരത്തിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴും നമ്മൾ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സാധ്യതകളിൽ നിന്നും അടക്കം ഇന്ധനം, ക്രൂഡ് ഓയിൽ എത്തിച്ച് എത്രയും പെട്ടെന്ന് സംസ്കരിച്ച്, കാര്യം ഇറാനിൽ ഉണ്ടായ ഈ പ്രതിസന്ധി മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ തൊട്ടടുത്ത പാകിസ്ഥാനിൽ പോലും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം പ്രതിസന്ധിയുള്ള ഒരു രാജ്യമാണ്. അല്ല, അവിടുന്ന് വന്ന രസകരമായ ഒരു സംഗതി, അവിടുത്തെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു പോലും ആഴ്ചയിൽ 5 ദിവസം പണിക്ക് വന്നാൽ മതി, ബാക്കി 2 ദിവസത്തെ പൈസ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള, അത് മാത്രമല്ല നേരത്തെ തന്നെ അവിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ലോകബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവിടുത്തെ പൊതുമേഖലാ വിമാനത്താവളം, അവിടെ ഒരിക്കലും ഈ ഭരണകൂടം ജനക്ഷേമകരമായ കാര്യങ്ങൾക്കല്ലല്ലോ, അവര് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഇതൊന്നും ഒരു പുത്തരി അല്ല എന്നുള്ളതാണ്. മറ്റൊന്നുകൂടിയുണ്ട് സാറേ, നമ്മൾ ഈ ഇന്ധന പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്ക് നമ്മുടെ ഈ പ്രകൃതിവാതക നിക്ഷേപം, നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരം, നമ്മുടെ ആൻഡമാനിൽ ഏറ്റവും വലിയ പ്രകൃതിവാതക നിക്ഷേപം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതെല്ലാം അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കുറച്ച് സാവകാശം വേണം. നിലവിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് 50% പ്രകൃതിവാതകം ഇന്ത്യയിലുണ്ട്. ബാക്കിയുള്ളതാണ് അതായത് നമ്മുടെ ഗ്യാസ്, അത് നമുക്ക് കൊണ്ടുവരാതെ നിവൃത്തിയില്ല. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗ്യാസിന്റെ ഏതാണ്ട് 20% ഖത്തർ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഖത്തറിൽ നമ്മുടെ ഇറാൻ അവിടെ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തം അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്നുള്ള സപ്ലൈ ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു നിൽക്കുകയാണ്. നിലവിൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പാചകവാതക ദൗർലഭ്യത്തിന്റെ പ്രധാന കാരണം വാസ്തവത്തിൽ ഇതാണ്. അല്ലാണ്ട് ഹോർമൂസിൽ അവര് ഉപരോധം ഏർപ്പെടുത്തിയതല്ല. ഖത്തറിൽ നിന്നുള്ള സപ്ലൈ ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായാൽ അവിടെ നിന്നുള്ള സപ്ലൈ വരും. ഇപ്പൊ ഹോർമൂസിൽ ആ ഒരു വെല്ലുവിളി നിലവിലില്ല. ഇറാൻ ഇന്ത്യയോട് വലിയ സൗഹൃദ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് പോരാത്തതിന് ഇന്ത്യൻ സേന തന്നെ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന 1-2 ആഴ്ചക്കുള്ളിൽ ഇന്ന് ഒരു പരിഹാരം ഉണ്ടായാൽ അതിന്റെ റിസൾട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും സമയമെടുക്കും. അപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. യുദ്ധം രൂക്ഷമാകുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.